ചോറ്റാനിക്കരയിൽ 19 വയസ്സുകാരി ക്രൂര പീഡനത്തിനിരയായ കേസിൽ പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നതായി പ്രതിയുടെ മൊഴി. പെൺകുട്ടിയെ ശനിയാഴ്ച രാത്രി പലതവണ ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രതി. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, അതീവ ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിലെത്തുന്നു, പിന്നീട് പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. ഇപ്പോൾ വരുന്ന വിവരമെന്ന് പറഞ്ഞ് പെൺകുട്ടി ലഹരിക്ക് അടിമയാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൽ. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതെല്ലാം ഇയാൾ ആ പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആ പെൺകുട്ടിയെ ലഹരി നൽകി ഇയാൾ അടിമയാക്കി മാറ്റി എന്നുള്ളതാണ്. 2 വർഷത്തിനുള്ളിൽ ലഹരി മരുന്ന് നൽകി അവരെ അടിമയാക്കി മാറ്റുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ ഇയാൾ മറ്റാരെങ്കിലും ആ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുക. അതുതന്നെയാണ് ശനിയാഴ്ച രാവിലെ 11 മണിക്കും സംഭവിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിക്കും സംഭവിച്ചത്. അവരുടെ ഫോൺ പരിശോധിച്ചുകൊണ്ട് അവരെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായി ഷാള് ഇട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പ്രതി പറയുന്ന മൊഴിയാണിത്. അപ്പോൾ കയറ് ഈ ഷാൾ അറുത്തിടുകയും പിന്നീട് ആ നിലത്ത് കിടന്ന പെൺകുട്ടി ഒച്ചവെക്കാൻ പോയപ്പോൾ അവരുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ശ്വാസം കിട്ടാനുള്ള അവസ്ഥ വരെ ഇല്ലാതെയാക്കി കളഞ്ഞു. മാത്രമല്ല വൈദ്യസഹായം പൂർണ്ണമായും ഇയാൾ നിഷേധിച്ചു. വൈദ്യസഹായം കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും വൈദ്യസഹായം കൊടുത്തില്ല. പിന്നീട് ഈ പെൺകുട്ടി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെയാണ് ഇയാൾ എത്രമാത്രം ക്രിമിനലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ഭാഗം ചേർന്നുകൊണ്ട് ഈ പ്രതി ഈ മതിലിൻ്റെ ഈ ഭാഗം ചേർന്നുകൊണ്ട് ചാടി രക്ഷപ്പെടുകയാണ്. കാരണം ഇവിടെ CCTV ക്യാമറ ഇല്ല എന്ന് പ്രതി ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ തൊട്ടടുത്ത് CCTV ക്യാമറയുള്ള ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കൃത്യമായ ഒരു ക്രിമിനൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ല ഇയാൾ ചെയ്തേക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ പോലീസ് പരാതിപ്പെട്ടിട്ട് പോലീസ് ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഒരു അവസരം ഉണ്ടാകത്തില്ലായിരുന്നു. ഞങ്ങൾ നിരന്തരം ആളുകളുമായിട്ട് തർക്കിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഉടക്കുണ്ടാകുമായിരുന്നു. ആണല്ലേ? അതെ അതെ അതെ. എന്താണ് ഈ ആളുകളെ തല്ലാൻ പിടിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു? അതല്ല, വഴി തടസ്സമായിട്ട് വണ്ടി പാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്. ബൈക്ക് റോഡിൽ കൊണ്ടുവന്ന് വട്ടം വെക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അഗൈൻസ്റ്റായിട്ട് ഞങ്ങൾ മാസ് പെറ്റീഷൻ കൊടുത്തു 20 പേര്. അതിനൊരു ആക്ഷൻ ഉണ്ടായില്ല പോലീസിന്റെ ഭാഗത്ത്. അതുതന്നെയാണ് അതിൽ. എന്തായാലും പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ ആ സമയത്ത് കൃത്യമായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴിയൊക്കെ വിജനമായ വഴിയാണ്. അത് കൃത്യമായി മനസ്സിലാക്കി ഒരാളുടെ മരണം ഉറപ്പുവരുത്തി ശേഷം എങ്ങനെയാണ് ഒരു ക്രിമിനൽ ചാടിപ്പോകുന്നത് ആ രീതിയിലെല്ലാമാണ് ഇയാൾ ഈ മതിലൊക്കെ ചാടി ഇതുവഴി നുഴഞ്ഞു പോയിരിക്കുന്നത്. അവിടം വരെ ഇയാളുടെ ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ പ്രതി പറയുന്ന പകുതി കാര്യങ്ങൾ മാത്രമേ പോലീസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടുള്ളൂ. ശേഷിക്കുന്ന കാര്യങ്ങൾ പോലീസിന് ഇനിയും പരിശോധിക്കേണ്ടതായുണ്ട്. മാത്രമല്ല ഇയാൾ 3 കേസുകളിൽ പ്രതിയാണ്. അതിൽ തന്നെ 2 അടിപിടി കേസുകളും ഒരു NDPS കേസുമാണ്. ലഹരി ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അവരെ അടിമകളാക്കി മാറ്റി ഈ പെൺകുട്ടിക്ക് 30 ലക്ഷം രൂപയാണ് അടുത്ത വർഷം കിട്ടാനുള്ളത്. ഈ പണമെല്ലാം ഈ പ്രതി ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പെൺകുട്ടിയുടെ അമ്മയെ വകവരുത്താനായിരുന്നു പ്രതി ആദ്യം ശ്രമിച്ചത്. ഇത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഈ അമ്മ ഇവിടെ നിന്നും മാറി രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ആ പെൺകുട്ടിയെ പിന്നീട് ഇയാൾ വകവരുത്തുകയായിരുന്നു, അല്ലെങ്കിൽ വകവരുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അത്ര ക്രൂരമായി ഇയാൾ മർദ്ദിച്ചു. ചുറ്റിക കൊണ്ട് ശരീരത്തിൽ ആകമാനം അടിക്കുക. ഒപ്പം തന്നെ അതൊന്നും സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി ആത്മഹത്യക്കായി ശ്രമിച്ചപ്പോൾ അവരെ അറുത്തിട്ടതിന് ശേഷം ശ്വാസം അതായത് അറിയാം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അത് നിലത്തേക്ക് വീഴുമ്പോൾ അല്പമെങ്കിലും ശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോൾ മൂക്കും വായും പൊത്തിപ്പിടിക്കുകയാണ് ഈ പ്രതി ചെയ്തത്. പിന്നീട് അവരെ മരിച്ചെന്ന് ഉറപ്പുവരുത്തി ചാടി രക്ഷപ്പെടുകയാണ്. തന്നെയാണ് ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ അത്ര ക്രൂരമായാണ് ഈ ചോറ്റാനിക്കരയിൽ പീഡനമേറ്റ പെൺകുട്ടിയോട് പ്രതി ചെയ്തത് എന്നുള്ളതാണ്. ഈ ആ പെൺകുട്ടിയുടെ ശരീരത്ത് പലയിടത്തും അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. ചുറ്റിക കൊണ്ടടക്കം ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സഹിൻ ആന്റണി.